അസ്സലാമു അലൈക്കും. അല്ലാഹു റഹ്മാനാണ്. അവൻ കാരുണ്യവാനിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. നമ്മളിൽ ചിലർ തന്നെ നിസ്കരിക്കുന്നില്ല, നോമ്പ് നോൽക്കുന്നില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നില്ല, എന്നിട്ടും നാം സുഖമായി ജീവിക്കുന്നു. അതിനുള്ള വക അള്ളാഹു നൽകുന്നു. ഒരു കൂട്ടർ അള്ളാഹുവിൽ വിശ്വസിക്കാതെ സത്യനിഷേധവുമായി നടക്കുന്നു, എന്നിട്ടും അള്ളാഹു അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകുന്നു. ഇതാണ് അള്ളാഹു റഹ്മാൻ എന്ന് പറയുന്നത്. അള്ളാഹു റഹ്മാൻ ആയതുകൊണ്ടാണ് അവൻ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്നത്. ലോക സൃഷ്ടാവായ തമ്പുരാന് വിചാരിച്ചാൽ നമ്മളെയൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാം. പക്ഷേ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അള്ളാഹു പറയുന്നത് അനുസരിക്കാത്ത ആളുകളെ അള്ളാഹു ജീവിക്കാൻ അനുവദിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഒരു നാമത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെയധികം പ്രധാനപ്പെട്ട, നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു നാമമാണിത്. ഈ പരിശുദ്ധ നാമം നമ്മുടെ ദുആകളിൽ നമ്മൾ പറഞ്ഞാൽ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണിത്. ആരെങ്കിലും സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഈ നാമം 298 തവണ ഉച്ചരിച്ചാൽ അവന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നല്ല ഉയർച്ച നൽകുന്നതാണ്. നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന, എപ്പോഴും നിങ്ങളെ ഇടങ്ങാറാക്കുന്ന, നിങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്ന ശത്രുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ശത്രുത, അവരുടെ ശത്രുത ഒഴിവായി തീരുവാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഈ നാമം 4000 തവണ ചൊല്ലിയാൽ മതി. 4000 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ എത്ര വലിയ ശത്രുക്കൾ നമുക്കുണ്ടെങ്കിലും അവരുടെ ശത്രുത അള്ളാഹു ഇല്ലാതാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് മറവിയും ശ്രദ്ധക്കുറവൊക്കെ. അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ നാമം കൊണ്ട് ഇതിനും ഒരു പരിഹാരമുണ്ട്. എല്ലാ നിസ്കാരത്തിന് ശേഷം ഈ നാമം 100 തവണ ചൊല്ലിയാൽ തന്നെ എല്ലാവിധ മറവിയും ശ്രദ്ധക്കുറവും നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ്. ഈ നാമം പതിവാക്കുന്ന ആളുകളുടെ മനസ്സിൽ അള്ളാഹു കരുണ നൽകുന്നതാണ്. അയാൾക്ക് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറാനും നല്ല രീതിയിൽ സംസാരിക്കാനും പറ്റുന്നതാണ്. ഇത്രയും നേട്ടമുള്ള ഈ പരിശുദ്ധ നാമം ഏതാണെന്ന് പറയാം. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ അടങ്ങുന്ന അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട 2ാമത്തെ നാമമാണ് യാ റഹ്മാനു യാ അല്ലാ. യാ റഹ്മാനു യാ അല്ലാ എന്ന ഈ ഇസ്മ, ഇത്രയും നേട്ടങ്ങളുള്ള ഈ ദിക്ർ എല്ലാ ദിവസവും പതിവാക്കുക. ഇൻഷാ അല്ലാ ഈ ദിക്ർ പതിവാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.